വാട്സപ്പ് ഉപയോഗിക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, നമ്മുടെ വാട്സപ്പിൽ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഫോട്ടോകളും വീഡിയോകളൊന്നും നമ്മുടെ ഗാലറിയിൽ കാണാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മൾ പറയാറുള്ളത് മീഡിയ വിസിബിലിറ്റി എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിൽ മീഡിയ വിസിബിലിറ്റി എന്ന ഓപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഓരോ വ്യക്തിയുടെ പ്രൊഫൈൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും. അത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ സുഹൃത്ത് അയക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളൊന്നും ഗാലറിയിൽ കാണില്ല. പക്ഷേ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലെടുത്ത് അതിൽ മീഡിയ എടുത്ത് അതിൽ പ്രൈവറ്റ് എന്നൊരു ഫോൾഡറാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തിട്ടും, അതായത് മീഡിയ വിസിബിലിറ്റി എന്ന് ഇത്തരത്തിൽ ഓഫ് ചെയ്തിട്ടും വീഡിയോകളും ഫോട്ടോകളും കാണാനില്ല എന്നുള്ള പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആ ഒരു ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിനുള്ള കാരണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഫോട്ടോ വീഡിയോ നിങ്ങളുടെ ഗാലറിയിലേക്ക് വരാത്തതിന് കാരണം എന്താണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇൻ്റർഫേസ് ആണ്. ചില മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഈ ഒരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെർമിഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡെനി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ഗാലറിയിലേക്ക് വാട്സപ്പിൽ വരുന്ന ഫോട്ടോകളൊന്നും കയറില്ല. അതായത് നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോകളൊന്നും നിങ്ങളുടെ ഗാലറിയിൽ കാണില്ല. കാരണം നിങ്ങൾ ഗാലറിയിലേക്കുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സ്റ്റോറേജിൻ്റെ പെർമിഷൻ വാട്സപ്പിന് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ നിങ്ങൾ നേരെ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പെർമിഷൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളിവിടെ ഈ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡെനി നിന്നാണെങ്കിൽ അത് അലോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഫോട്ടോകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജിലേക്ക് ഗാലറിയിലേക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഫോട്ടോ വീഡിയോ വരുന്നില്ല എന്നുള്ള പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വാട്സപ്പിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ഫോട്ടോ വീഡിയോ ഗാലറിയിലേക്ക് വരാത്തതിന് കാരണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.